ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇവ കുട്ടിയുടെ സ്കൂളിൽ പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് എന്തൊക്കെയാണെന്നൊക്കെ, പിന്നെ ഇവ കുട്ടി വന്നു കഴിഞ്ഞാലുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവ കുട്ടി ഫുള്ള് ഫോഗാണ്. ഇവ കുട്ടി രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഇത് നോക്കി, ചൂടല്ലേ ഇപ്പോൾ അല്ലേ, പുറത്ത് നല്ല തണുപ്പും പിന്നെ ഫോഗും. കിട്ടുന്നുണ്ടോ, കയ്യിൽ കിട്ടുന്നുണ്ടോ? അത് ബേഡ്സൊക്കെ പറന്നു പോകുന്നു. പൊക ഇത് നല്ല തണുപ്പും ഉണ്ട്. ഒന്നും കാണുന്നില്ലല്ലേ ഇവക്കിട്ടേ, ഇത് ഇത്ര വരെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി ഒന്നും കാണുന്നില്ല. ഫുൾ ഫോഗായിട്ടുള്ളത്. മണാലി പോലെ അല്ലേ. ഇവിടെ ഇത് രാവിലെ എണീച്ച് ആവിയെല്ലാം ഇടുന്നുണ്ട്. 5:30 കേട്ടോ. ഇത്രയും ഇവിടെ സമയം 5:30. ഇവിടേക്ക് ഇനി മാറ്റണം, ഫുഡ് എടുത്ത് വെക്കണം, ഫുഡ് കഴിക്കണം. സ്കൂളിൽ പോകണം. ഇപ്പോൾ ബസ് വരില്ലേ 6:30 ആവുമ്പോൾ. 10 6:30 ആവുമ്പോൾ ഇവിടെ ബസ്സും വരും. അപ്പം നമുക്ക് പോയി മാറ്റാമല്ലോ, യൂണിഫോമൊക്കെ ഇടാമല്ലോ. ഫോഗ് നോക്കി നിൽക്കണ്ട, താഴെ വീണ് പോകും. അങ്ങനെ ആക്കരുത്. താഴെ കാണുന്നുണ്ടോ? താഴെയല്ലേ കാണുന്നുണ്ടല്ലേ, അങ്ങോട്ടാണ് ഒന്നും കാണാത്തത്. അതൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. നമ്മൾ വാ, യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരാമല്ലോ ഇനി. ഒന്നും കാണില്ല. അവിടെ നോക്കി, ഒന്നും കാണുന്നില്ലടാ. ചെറിയ തണുപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ യൂണിഫോം ഒക്കെ മാറ്റി ഇനി മുടിയൊക്കെ കിട്ടണ്ടേ. എന്താ ഇങ്ങ് വന്നതിന് ഫുള്ള് ഇങ്ങ് വരെ എത്തുമല്ലേ. ഒന്നും കാണുന്നില്ല ഇപ്പം. നേരത്തേനേക്കാളും ഇങ്ങോട്ടായിട്ടുണ്ട് നോക്കട്ടെ. പുറത്ത് നിൽക്കണ്ട കേട്ടോ. ഇത് ഫുള്ള് ഇത് നേരത്തെ കാണുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ ഫോഗ്. ടൈമായി വാ. എൻ്റെ പുറത്ത് വന്നതിന് ആവിയുണ്ട് നോക്കിട്ട്. ഉറക്ക് പോയിട്ടില്ല. മുടിയൊക്കെ കേട്ടാലോ നമുക്ക്. എന്താ ബേർഡ്സ്, ഇതെവിടെ ബേർഡ്സ് ഇരുന്ന് ഒച്ചയാക്കുന്നുണ്ട്. ഊതുണ്ടാ താഴെ വെക്കത്. അതിൽ വെച്ച് ബോട്ടിൽ വെച്ച് ഫുഡ് എടുത്ത് വെക്ക്. ഇങ്ങനെ വെക്കണ്ടേ ഇപ്പൊ. പിന്നെ 1 2 3 മതിയേ. 3 മതി. ഇതെത്ര എടുക്കുന്നത്? 3 എടുക്കാറുള്ളൂ. മതി 1 2 പിന്നെ ഒരു കുഞ്ഞിനോട്ട്. ഓക്കെ 3 വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കറി വേണ്ടല്ലോ. പഞ്ചായും നെയ്യും. അമ്മ തിന്നേ. ഇവിടേക്ക് ഇഷ്ടമാണോ അങ്ങനെ തിന്നാൻ? കുറച്ചേ ഇടുള്ളേ. ഫുള്ള് ഇടരുത്, കുറച്ച് ഇല്ല ഇത്രയും എടുക്കാവുള്ളൂ. 5 ബോക്സൊക്കെ ഇവക്കിട്ട് തന്നെ ബാഗിൽ എടുത്ത് വെക്കണം കേട്ടോ. അവള് തന്നെയാണ് ഫുഡൊക്കെ എപ്പോഴും എടുത്ത് വെക്കല്. അമ്മ എടുത്ത് വെച്ചാൽ ശരിയാവില്ല, കൂടുതലായി പോകുമെന്ന് പറയുന്നുണ്ട്. അവൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കാൻ പറ്റുന്ന വേറൊരു ടൈമൊക്കെ വെക്കും. അപ്പോൾ കഴിക്കാൻ പറ്റുന്നത് മാത്രമാണ് കേട്ടോ എടുത്തിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഇന്നലെ വാങ്ങിച്ച ആ ഒരു കീ ചെയിനൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ കുട്ടികളും എടുത്ത് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ മുടിയൊക്കെ കെട്ടി വരുമ്പോഴത്തേക്കും നേരത്തെ വന്ന ഫോഗൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവക്കുട്ടി എപ്പോഴും പോണി ടെയിലായിരുന്നു കേട്ടോ കെട്ടൽ. അപ്പോൾ അവൾക്ക് അങ്ങനെ കെട്ടാനാണ് ഇഷ്ടം. ഫ്രണ്ടിൽ മുടി ഇടുന്നതേ ഇഷ്ടമല്ല.
അപ്പം മാം പറഞ്ഞു ഒരു 2 സൈഡ് തന്നെ കെട്ടിയിട്ട് വരണമെന്ന്, അതുകൊണ്ടായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്നേ നമ്മൾ മടഞ്ഞ് ഇട്ട് കെട്ടി കൊടുക്കുമ്പം ബാക്കിൽ തന്നെ നിന്നോളും, ഫ്രണ്ടിലേക്കാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഇതുപോലെ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്, ഇന്നും അതേപോലെ തന്നെ. ഇതൊക്കെ ഉണ്ടോ, ഫ്രണ്ടിലിടാനേ വിടില്ല മുടി. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ ഒന്നിക്ക് കഴിച്ചിട്ടിട്ട് ഫുൾ കെട്ടാതെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. മുടി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലാവാണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് അപ്പോഴത്തേക്കും ബസ് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം പുറത്തൊക്കെ വന്നിട്ട് ഷൂ എടുത്തിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പോവാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ ഷോക്സൊക്കെ അവൾ തന്നെ ഇടും. പിന്നെ ഡ്രസ്സൊക്കെ ചില ടൈം മൂഡ് പോലെയാണ് കേട്ടോ. നല്ല ഇതിലാണെങ്കിൽ അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും ലേറ്റായിട്ടൊക്കെ എണീച്ചിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മൾ നേരെ താഴേക്ക് പോകുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. താഴെ വേറെ ഫോഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ബസ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള വീഡിയോ ഇവക്കിട്ട് ഉച്ചയ്ക്ക് വന്നിട്ടുള്ളതാണേ. വേറെ ഒരു ചോക്ലേറ്റ് ഒന്നും നീ തന്നു. എന്നോട് ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. ഇതെന്താണ് എന്താടാ ഇത്? ഓ, ബാക്കിൽ പിക്ചറാണോ? അടിപൊളിയായിട്ടുണ്ട്. മാം ചെയ്യാൻ പറഞ്ഞതാണോ? ആഡ് വേർഡ്സ് ആണോ? ഇവക്കുട്ടിക്ക് ഇപ്പം ആഡ് വേർഡ്സ് ഉണ്ട്, ആബ് വേർഡ്സും പഠിക്കാനുണ്ടല്ലേ? എല്ലാം പഠിച്ചിട്ടുണ്ടേ. അറബി ബുക്ക് വന്നിനോ? അറബി പഠിപ്പിക്കുന്നുണ്ട് ഇവക്കുട്ടിനോ? എന്തൊക്കെയാ പഠിച്ചേ? മണ്ണിന്റെ താഴെ അറബിയിൽ പഠിക്കുന്നുണ്ടോ? അറബി അല്ല, അറബി. ആ, ഓക്കെ. ഇന്ന് ഹോംവർക്ക് ഉണ്ട് ഇവക്കുട്ടിക്ക്. മാമിന് പൈസ കൊടുത്തിനാ മോള്? ഇതെന്താണ്? ഇവക്കുട്ടിക്ക് പ്ലാനറ്റേറിയം ഇവന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? റീകോപ്പിയോ? ഓപ്പൺ ചെയ്ത് നോക്കി. എടുക്കാൻ പറ്റില്ല. കീറല്ല മാം, പിൻ ചെയ്ത് വെച്ചല്ലേ. അമ്മ നോക്കട്ടെ. എടുക്കാൻ പറ്റുമോ അതിനെ? അത് ബാലൻസ് പൈസ തന്നതായി കുട്ടി. അത് 25. അത് പ്ലാനറ്റേറിയം ഇവന്റ് അമ്മ പറഞ്ഞിട്ടില്ലേ രാവിലെ മാമിന് പൈസ കൊടുക്കണമെന്ന്. ടൊമാറ്റോ വേണ്ടേ? ഇവക്കുട്ടിക്ക് നാളെ കുക്കിംഗ് ഉണ്ടേ. അപ്പോൾ എന്താ ഇവക്കുട്ടിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞേ? ഓരോ കുട്ടികൾ ഓരോന്ന് കൊണ്ടുപോകണല്ലേ? ഇവക്കുട്ടിക്ക് 2 ടൊമാറ്റോ കൊണ്ടുപോണ്ടേ. എന്താ ഉള്ള ബാഗില്? 5 ബോക്സ് ടൊമാറ്റോ ഫുഡ് എല്ലാം കൊണ്ടുപോകണം. അതെയോ? ആ, ഒരൊറ്റ ബ്രേക്കേ ഉള്ളൂ. ഒരു ടിഫിന് കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെയാണ് കുട്ടി പൈസ കൊടുക്കേണ്ടതോ? ബാഗിൽ തന്നെ വെക്കാൻ പറഞ്ഞോ? ഇത് ആഡ് വേർഡ്സ് ഒക്കെ പഠിച്ചോ? ഞങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവക്കുട്ടിക്ക്? ആ, ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലേ ഇവക്കുട്ടി മറന്നു. ഇന്നെല്ലാം ഇവക്കുട്ടി പഠിച്ചിട്ട് വരെ. ഇത് നാളെ ചോദിച്ചാൽ ഇവക്കുട്ടിക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല അല്ലേ? നാളെ പഠിച്ചതേ നാളെ ഓർമ്മയുണ്ടാവും. വേഗം കുളിച്ചിട്ടൊക്കെ വന്നേ. ഇവക്കുട്ടി വന്നു കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ കുറേ ടൈം ഇരുന്ന് കഥ പറയും. ഇതൊന്നും പറയാനില്ലേ? വന്ന വടയെ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. അവിടെ വെക്ക്. കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ചോക്ലേറ്റ് എടുക്കാവോ? അവിടെ വെക്കേ. അവിടെ വെക്കടോ. അവിടെ വെക്കി വെക്കട്ടെ. വായിലിട്ട് വന്ന വട ഇതുപോലെ ചോക്ലേറ്റ് കഴിക്കുന്ന ആരൊക്കെയുണ്ട്? ഇവിടെ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ടാട്ടോ അവൾ അവിടെ നിന്ന് മാറ്റി വെക്കാനേ വിടില്ല. ഒരു പാക്കറ്റ് ഫുള്ള് തീർത്തു. ഇവ ബെഡിൽ നിന്ന് ഇറങ്ങി പോയി കുളിച്ചിട്ട് കുളിക്ക്. റെസ്റ്റ് ചെയ്യണ്ട, പോയിട്ട് കുളിച്ചാൽ മതി. ഇത് വായിൽ ചോക്ലേറ്റ് വേഗം തിന്നിട്ട് പോയിട്ട് കുളിക്കാം. ഓക്കെ. ഇനി എന്താ ചെയ്യാൻ പോകുന്ന ഇവക്കിട്ടേ? ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഒരു സംഭവം കാണിച്ചു തരേ എല്ലാവർക്കും. പേനെടുക്കാനാ? അല്ല, ഇവക്കിട്ടിൻ്റെ തലയിലെ പേനൊക്കെ പോയി. ഇങ്ങനെ പോയേ ഫുള്ളുണ്ടായിരുന്നു. ഇവക്കിട്ടിൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. സ്കൂളിൽ നിന്ന് കിട്ടിയതാ കേട്ടോ, മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം സ്കൂളിൽ പോയിട്ട്
ആരെടുത്തുന്നോ കിട്ടിയതായിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യമേ കിട്ടിയതാ. എന്നിട്ട് കുറച്ച് എടുത്തെടുത്ത് തീർത്തായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ട് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ടാവും. എങ്ങനെയാ പോയെന്ന് കാണിച്ചു തരാമല്ലോ. നാളെ കാണിച്ചു തരാം അല്ലേ കുട്ടി? നാളെ നമുക്ക് ഒന്നും കൂടി ആക്കണം. ഇതിനെ കൊണ്ടാ പോയത്. ഇത് നമ്മളിങ്ങനെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഇത് 3 പ്രാവശ്യം ആക്കണം. ഇപ്പോൾ 1 പ്രാവശ്യം ഇന്നലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവക്കിട്ടിന് ഫുള്ള് പോയിട്ടില്ലേ? ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത് 3 പ്രാവശ്യം ആക്കിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇത് നാളെ ആക്കണം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നാളെ പറഞ്ഞുതരല്ലേ ഇവക്കിട്ട്? ഇന്ന് ആക്കാൻ പാടില്ല, ഇനി നാളെ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അവിടെ വെക്ക്.